ഇറ്റ്സ് മീ ബഷീർ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകളായി ഗുരുവായൂർ കല്യാണം കൂടാമെന്ന് വിചാരിച്ചു. ഇന്ന് അതിനുള്ള അവസരം ലഭിച്ചു. അഷ്ടമിരോഹിണി ദിവസമായിരുന്നു കല്യാണത്തിന് കൂടിയത്. ഗുരുവായൂരേക്ക് കണ്ണൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ കുറ്റിപ്പുറം, കണ്ണൂർ ടു കുറ്റിപ്പുറം ട്രെയിനിന് വരുന്നവരാണെങ്കിൽ കുറ്റിപ്പുറം ഇറങ്ങിയിട്ട് അവിടെ നിന്നും ഗുരുവായൂരേക്ക് ഇഷ്ടം പോലെ ബസ് കിട്ടുന്നതാണ്. അതേപോലെ ഞങ്ങളെത്തി ഗുരുവായൂർ കിഴക്കേ നടയുടെ ഒരു വ്യൂ ആണ് കാണുന്നത്. ഇവിടെയൊക്കെ കളിക്കൂട്ടുകാരി ഷൈലയുടെ മകളുടെ കല്യാണത്തിനാണ് വന്നിരിക്കുന്നത്. അതിരാവിലെയുള്ള ഗുരുവായൂർ അമ്പലത്തിലുള്ള കാഴ്ച ഭയങ്കര രസമായിരുന്നു, ഭയങ്കര അട്രാക്റ്റീവായിരുന്നു. അഷ്ടമി രോഹിണി നാളായതുകൊണ്ട് തന്നെ ഏകദേശം 216ഓളം കല്യാണം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൂടാതെ തന്നെ ഞങ്ങൾ കൂടേണ്ട കല്യാണത്തിൻ്റെ മുഹൂർത്തം കിട്ടിയിരിക്കുന്നത് 5-നും 6-നും ഇടയിൽ തന്നെ. നമ്മൾ കൂടേണ്ട കല്യാണത്തിൻ്റെ ടോക്കൺ ലഭിച്ചത് തന്നെ 52ആയിരുന്നു. ഗുരുവായൂരായതുകൊണ്ട് നമ്മുടെ ടൈം നോക്കേണ്ട, മുഹൂർത്തം നോക്കേണ്ട കാര്യമില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഗുരുവായൂർ അമ്പലത്തിൽ 4 മണ്ഡപങ്ങളാണ് ഉള്ളത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ 24 പേരെയാണ് മണ്ഡപത്തിനകത്തേക്ക് കയറ്റുന്നത്. ഫോട്ടോഗ്രാഫറുടെ അടക്കമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ദൂരെ നിന്ന് കാണാൻ പറ്റും. ഭയങ്കര രസമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ഭയങ്കര തിരക്ക് പിടിച്ച് എല്ലാവരും പെണ്ണും ചെക്കനും ബന്ധുക്കളൊക്കെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിൽ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ടാണ് വിശ്വാസികളൊക്കെ അതിനെ കാണുന്നത്. അജുഷ ഹേമന്തിൻ്റെ താലികെട്ടാണ് ഇപ്പം നടക്കുന്നത്. പ്രാർത്ഥനാ നിർഭരരായി 2 പേരും മഹത്തായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ്. എല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായം പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.